വാക്യം 28:13 തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏതിലാണോ നീ വീണത്, ഏതിലാണോ നീ പരാജയപ്പെട്ടത്, ഏതിലാണോ നീ ഇടറിയത്, കർത്താവിൻ്റെ മുൻപിൽ മുട്ടുപടക്കി പറയണം, തെറ്റിപ്പോയി, ആ വിഷയത്തിൽ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് മുൻപിൽ തോറ്റാൽ ലോകത്തിന് മുൻപിൽ തോൽക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ മുൻപിൽ തോറ്റാൽ, മനുഷ്യൻ്റെ മുൻപിൽ തോൽക്കാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. ദാവീദിന്റെ മുൻപിൽ സ്തോത്രം, നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, ആരവിടെ, അവൻ്റെ തലവെട്ട് എന്നല്ല പറഞ്ഞത്, അവൻ രാജാവാണ്, വേണമെങ്കിൽ വന്ന് പറഞ്ഞ പ്രവാചകൻ്റെ തലവെട്ടാം. പക്ഷേ രാജസിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിലേക്ക് പോയി മുട്ടുമടക്കി അവൻ ദൈവത്തിൻ്റെ മുൻപിൽ പറഞ്ഞു, ക്ഷമിക്കണമേ. ആ ഒരു സ്പിരിറ്റ്, ആ ഒരു അന്തരീക്ഷം, ആ ഒരു മാനസിക അവസ്ഥ ഈ ഹാളിൽ എല്ലായിടത്തും വ്യാപരിക്കട്ടെ, എല്ലാവരിലും വ്യാപരിക്കട്ടെ. സിംഹാസനം എഴുന്നേറ്റതുപോലെ നിൻ്റെ ആത്മീയ കാപട്യത്തിൽ നിന്ന് എഴുന്നേറ്റ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ രഹസ്യത്തിൽ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ അവൻ നിന്നോട് ക്ഷമിക്കുന്നവനാണ്.